സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റിവ്യൂലോട്ട് കിടന്നാലോ? ദേവിയാണെങ്കിൽ അമ്മയ്ക്ക് ഹോസ്പിറ്റലിലോട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ധർമ്മന്റെ കയ്യിൽ കൊടുത്തു വിടുവാണ്. എന്നാ തക്ക സമയത്തായിരിക്കും ബാലൻ വീട്ടിലോട്ട് കയറി വരുന്നത്. ആകെ കൂടെ പേടിച്ചാണ് എല്ലാവരും നിൽക്കുന്നത്. അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് ബാലൻ അറിഞ്ഞാല് അത് വലിയ പ്രശ്നമാവില്ലേ? അതുകൊണ്ട് അങ്ങനെ ബാലൻ ചോദിക്കുന്നുണ്ട്, ധർമ്മ നീ എങ്ങോട്ടാ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് പോകുന്നേ? അതെ ചേച്ചി, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനായിട്ട് തന്നതാ. ഒക്കെ പഴക്കം ചെന്ന പാത്രങ്ങളാന്നാ ചേച്ചി പറയുന്നേ. കണ്ടിട്ട് അത്ര പഴക്കൊന്നും തോന്നുന്നില്ലല്ലോ. തൊട്ടു നോക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കും. പാത്രങ്ങളെല്ലാം നല്ല ചൂടുണ്ട്. അത് ചേച്ചി വെയിലത്ത് വെച്ച് ഉണക്കിയതാ, അതുകൊണ്ടായിരിക്കും ചൂട്. ഇത് നല്ല വെയിറ്റും ഉണ്ടല്ലോ. എന്താ ഗോമതി, എന്നോട് എന്താ എല്ലാവരും ഇങ്ങനെ മറച്ചു വെക്കുന്നേ? എന്താ കാര്യം? അത് പിന്നെ ബാലേട്ടാ, ഇത് അമ്മയ്ക്കായിട്ട് കുറച്ച് ഭക്ഷണമാ. അമ്മ ഹോസ്പിറ്റലല്ലേ, അമ്മയെ പോയി കാണാനോ എനിക്ക് പറ്റുന്നില്ല. അമ്മയ്ക്ക് കുറച്ച് ഭക്ഷണമെങ്കിലും ധർമ്മന്റെ കയ്യിൽ കൊടുത്തുവിടാന്ന് കരുതിയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാ. ഇത് കേട്ട് ബാലൻ ദേഷ്യത്തോടു കൂടി ഗോമതിയുടെ മുഖത്തോട്ട് നോക്കാ. എന്നാ ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടാ, ബാലേട്ടൻ ഇതൊക്കെ അറിഞ്ഞാല് എന്നോട് ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ടാ ഞാൻ ഒന്നും പറയാതിരുന്നത്. എന്നോട് ദേഷ്യപ്പെടല് ബാലേട്ടാ. ഗോമതി, നീ എന്താ എന്നെക്കുറിച്ച് കരുതിയത്? ഞാനേ നിന്റെ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതിനൊന്നും ഒരു വഴക്കും പറയാൻ പോകുന്നില്ല. എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അത് നിന്റെ സഹോദരന്മാരോടാ, അല്ലാതെ നിന്റെ അമ്മയോടല്ല. ധർമ്മ, നീ വേഗം ഈ ഭക്ഷണം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. എന്റെ പൊന്നളിയ, അളിയൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സംസാരിച്ച് സമയം കളയാതെ നിന്നോടല്ല ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ ബാലൻ ധർമ്മനെ പറഞ്ഞു വിടുന്നു. ബാലന്റെ സംസാരം കേട്ടിട്ട് ഗോമതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും. ഞാൻ പോയിട്ടെ എന്റെ ചെക്ക് ബുക്ക് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ബാലൻ റൂമിലോട്ട് പോകുന്നു. ചെക്കും എടുത്ത് ബാലൻ നേരെ കടയിലോട്ട് ചെല്ലുക. പിന്നീടായിട്ട് ഗോമതി മീനുവിനോടും മിത്രയോടും പറയുന്നുണ്ട്, മക്കളെ, എന്തായാലും ബാലേട്ടന് ഒരുപാട് മാറ്റമുണ്ട് അല്ലേ? മാറ്റമൊക്കെ ഉണ്ട്, എന്നാലും അമ്മയ്ക്ക് ചോദിക്കായിരുന്നില്ലേ അമ്മയുടെ അമ്മയൊന്ന് പോയി കാണട്ടെ എന്ന്? അമ്മ എന്താ മുഖത്ത് നോക്കി അങ്ങ് ചോദിച്ചാല് അച്ഛൻ പിടിച്ച് അമ്മയെ അങ്ങ് വിഴുങ്ങോ? അമ്മ എന്തായാലും അച്ഛൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയണം, എനിക്ക് എൻ്റെ അമ്മയൊന്ന് പോയി കാണണമെന്ന്. ഇങ്ങനെ പേടിച്ചിരുന്നാലൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. മീനു, അത് നിനക്കേ ബാലേട്ടനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. എന്നെ ഒരിക്കലും എൻ്റെ അമ്മയെ കാണാൻ വിടില്ല. ഞാൻ പോയെന്നറിഞ്ഞാല് അന്നത്തെ ദിവസം ഇവിടെ പ്രശ്നമായിരിക്കും. ഇതാ പറഞ്ഞേ, അമ്മയ്ക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്നും ചോദിക്കാനുള്ള ധൈര്യമില്ല. അമ്മ തന്നെയല്ലേ പറഞ്ഞത്, 10-30 വർഷമായി അമ്മ അവിടെ നിന്ന് പോന്നിട്ട്. ഇന്നേ വരെ കുറച്ചു നേരം അമ്മയുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അതുകൊണ്ട് അമ്മ ഒന്ന് അച്ഛനോട് ചോദിച്ചിട്ട് ഹോസ്പിറ്റലിൽ വരെ പൊക്കൂടെ? അമ്മ വീട്ടിലോട്ടൊന്നല്ലല്ലോ പോകുന്നത്. ഹോസ്പിറ്റലാവുമ്പോൾ ആർക്ക് വേണേ അങ്ങോട്ട് വരാം. അമ്മയ്ക്ക് പോയി കണ്ടൂടെ? വേണ്ട മീനു, നീ അതൊന്നും പറയല്ലേ. അത് പറയുമ്പോഴേ എനിക്ക് പേടിയാവുന്നുണ്ട്. ബാലേട്ടൻ അറിഞ്ഞാല് അത് മതി. അമ്മയ്ക്ക് ഞാനുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ ബാലേട്ടൻ സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. മീനു, നീ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കല്ലേ എന്നും പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് പോകുന്നു. പിന്നീടായിട്ട് കാണിക്കുന്നത് ധർമ്മൻ ഭക്ഷണമായിട്ട് ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നതാണ്. ഗോമതി ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് അറിയുമ്പോൾ അമ്മ ഒരുപാട് സന്തോഷത്തിലായിരിക്കും. മോളെ നന്ദിതേ, എനിക്ക് വേഗം ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് ഭക്ഷണം വിളമ്പിത്താ. അങ്ങനെ ധർമ്മൻ ചോദിക്കുന്നുണ്ട്. മകളുടെ ഭക്ഷണം കണ്ടപ്പോഴേക്കും അമ്മയുടെ അസുഖം മാറിയോ? എടാ, നീ ഒന്നും മിണ്ടാതിരിക്കടാ. നന്ദിതേ മോളെ, വിളമ്പിത്താ, ഞാനൊന്ന് കഴിക്കട്ടെ. അങ്ങനെ ഗോമതി ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം അമ്മ കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണ് നിറയുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് പറയുന്നുണ്ട് ധർമ്മൻ, ഞാനേ ഒന്ന് വീഡിയോ എടുക്കട്ടെ, ഇത് ചേച്ചിക്ക് കാണിച്ചു കൊടുക്കാനാ. അതിനെന്താ, നീ വീഡിയോ എടുക്ക്. എൻ്റെ മോൾക്കേ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. ഞാൻ ഭക്ഷണം കഴിക്കുന്നതും എല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കണം. അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും എൻ്റെ മോള് സന്തോഷിക്കട്ടെ. എൻ്റെ മോള് പണ്ടേ നല്ല മിടുക്കിയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ. ഈ ഭക്ഷണം കഴിക്കുമ്പോഴേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ അതേ ടേസ്റ്റാ. നല്ല രുചിയുണ്ട്. 30 വർഷമായി എൻ്റെ മോളുണ്ടാക്കിയ എന്തെങ്കിലും ഞാൻ കഴിച്ചിട്ട്. ഞാൻ എൻ്റെ മോളുടെ പിറന്നാളിന് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ എത്തിക്കാറുണ്ട്. എന്നാ എൻ്റെ മോളുണ്ടാക്കിയതൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കല്യാണത്തിന് മുൻപ് കഴിച്ചതാ. എന്നാലും എൻ്റെ മോളുണ്ടാക്കി കൊണ്ടുവന്നല്ലോ. അമ്മ ഭക്ഷണം കഴിക്കുന്നതും അതിൻ്റെ കൂടെ പറയുന്നതെല്ലാം ധർമ്മൻ വീട്ടിലെത്തിയിട്ട് ഗോമതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗോമതിയും മീനുവും ദേവിയും ഒക്കെ കാണുന്നുണ്ടായിരിക്കും. ഒരുപാട് സന്തോഷത്തില് ഗോമതി പറയുന്നുണ്ട്, എന്നാലും എൻ്റെ അമ്മ ഭക്ഷണമെല്ലാം കഴിച്ചല്ലോ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലേ ധർമ്മ? ഇപ്പൊ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല.
ചേച്ചിയുടെ ഭക്ഷണം കഴിച്ചപ്പോൾ അമ്മ കുറച്ചുകൂടെ സ്ട്രോങ് ആയെന്നാ തോന്നുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, ചേച്ചി ഇനി പേടിക്കണ്ട. ആര്യ, നീയല്ലേ പറഞ്ഞത് എനിക്ക് എൻ്റെ മുത്തശ്ശിയെ കാണിച്ചു തരാമെന്ന്? എന്നിട്ട് നീ പിന്നൊന്നും പറഞ്ഞില്ലല്ലോ. നിന്നെക്കൊണ്ട് സാധിക്കില്ലേ? പിന്നെ എന്തിനാ നീ എനിക്ക് വാക്ക് തന്നത്? മിത്രേ, ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പായിട്ടും നിന്റെ മുത്തശ്ശിയെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരും. അമ്മയെ ഞാൻ കൂടെ കൊണ്ടുപോകും എന്ന് ആരും പറയുന്നു. പിന്നീടായിട്ട് ധർമ്മനും ആനന്ദും ആകാശൊക്കെ ചേർന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാണ്. നിങ്ങളൊക്കെ കണ്ടില്ലേ അമ്മയുടെയും മിത്രയുടെയും സങ്കടം? ആര്യ, നീ എന്താ പറയുന്നേ? അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ച് അമ്മയെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുമോ എന്ന് ആനന്ദ് ചോദിക്കുന്നു. എന്താ ഏട്ടാ, ഏട്ടൻ കാണുന്നില്ലേ അമ്മയുടെ സങ്കടം? അമ്മയെ നമുക്കിതുപോലെ കാണാതിരിക്കാൻ പറ്റുമോ? ഈ വീടിൻ്റെ മുറ്റത്തും അപ്പുറത്തെ മുറ്റത്തും നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാന്നല്ലാതെ ഇന്നേ വരെ അമ്മയും മുത്തശ്ശിയും തമ്മിൽ നേരാവണ്ണം ഒന്നും സംസാരിച്ചിട്ടില്ല. 30 വർഷമായി. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഏട്ടന് സങ്കടം തോന്നുന്നില്ലേ? ഇങ്ങനൊരു സാഹചര്യത്തിൽ അമ്മയെ കൊണ്ടുപോയി കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അതല്ലടാ, അച്ഛനറിഞ്ഞാൽ അച്ഛനത് വലിയ സങ്കടമാവില്ലേ? അച്ഛനറിയാതെ നോക്കിയാൽ പോരെ? അമ്മയെയും മിത്രയെയും കൊണ്ടുപോയി കാണിക്കുന്നതേ അച്ഛനറിയണ്ട. ശരി, അച്ഛനറിയണ്ട. അച്ഛനറിഞ്ഞില്ലെങ്കിലും ഹോസ്പിറ്റലിൽ അമ്മയുടെ സഹോദരന്മാരുണ്ടായിരിക്കില്ലേ? അവിടെ വെച്ച് അമ്മയെയോ മിത്രയെയോ കണ്ടാൽ പിന്നെ അത് മതി പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. അത് എങ്ങനെയെങ്കിലും അവരെ അവിടെ നിന്ന് ഒന്ന് മാറ്റി നിർത്തണം. അങ്ങോട്ട് കുറച്ചു നേരത്തിന് വരരുത്. ആ രീതിക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കണം. അപ്പോഴായിരിക്കും ആകാശ് പറയുന്നത്, എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ അലോഹിന് കല്യാണം ശരിയാവാത്തതിൻ്റെ പ്രശ്നത്തിലല്ലേ അവരെല്ലാവരും നടക്കുന്നത്. ഈ സമയത്ത് അലോഹിനെ കാണാനായിട്ട് ഒരു പെൺവീട്ടുകാർ വരുന്നുണ്ടെന്നും പറഞ്ഞ് അവരെ പിടിച്ച് ഇവിടെ തന്നെ ഇരുത്തണം. അതൊക്കെ ശരിയാ, പക്ഷെ ആര് പിടിച്ചിരുത്തും എന്ന് ധർമ്മൻ ചോദിക്കുന്നുണ്ട്. അതിനിപ്പോ എന്താ ഇത്ര സംശയം? മാമൻ തന്നെ അവിടെ പോയി അവരോടൊരു പെൺകൂട്ടിന് വരുന്നുണ്ടെന്നും പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തണം. ഹോസ്പിറ്റലിലോട്ട് വിടരുത്. എടാ, നിങ്ങൾ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ തന്നെയാണോ? ഒന്നും ഉണ്ടാവില്ല മാമ, ഞാനല്ലേ പറയുന്നേ. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. അപ്പോഴേക്കും ബാലൻ ആകാശിന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. ആകാശാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ആരാ വിളിക്കുന്നേ? അച്ഛനാ. അത് എടുക്ക ആകാശേ, അച്ഛൻ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കില്ലേ വിളിക്കുക എന്ന് ആനന്ദ് പറയുന്നു. വേണ്ട ഏട്ടാ, ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവട്ടെ, എന്നിട്ട് അച്ഛൻ്റെ ഫോൺ എടുക്കാം. അപ്പോൾ മാമൻ എന്തായാലും അവിടെ പോയി അവരവിടെ പിടിച്ചിരുത്താൻ നോക്ക്. അപ്പോഴേക്കും ഞാൻ അമ്മയെയും മിത്രയെയും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാം. ആര്യ, ഇത് വലിയ പ്രശ്നമാവൂടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, മാമനൊന്ന് പോയിട്ട് അവരവിടെ പിടിച്ചു നിർത്തിയാൽ മാത്രം മതി. എന്ത് വേണേ മാമൻ പറഞ്ഞോ എന്നും പറഞ്ഞ് ആര്യൻ ധർമ്മനെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീടായിട്ട് ആനന്ദ് വലിയ സങ്കടത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. എന്തേട്ടാ, ഏട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛനോട് മറച്ചു വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്കെന്തോ വിഷമം പോലെ. ഏട്ടാ, ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ. ഏട്ടൻ ഇതിന് എതിര് പറയല്ലേ. ബാലൻ ആകാശിനെ വീണ്ടും വിളിക്കുന്നുണ്ട്. അച്ഛനാ, ഞാനിപ്പോൾ ഫോൺ എടുക്കട്ടെ. ആ അച്ഛാ, എന്താ അച്ഛാ, നീ എവിടെയാടാ? എന്താ കടയിലോട്ട് വരാത്തെ? ഇവിടെയാണെങ്കിലേ നല്ല തിരക്കാ. ആ, ഞാൻ വരാം അച്ഛാ, കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാ. ഇപ്പം തന്നെ വരാം. നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ വണ്ടിയിലായിരുന്നു അച്ഛാ, അതുകൊണ്ടാ. ശരിയെന്നും പറഞ്ഞ് ആകാശ് ഫോൺ കട്ട് ചെയ്യുന്നു. എന്തായാലും ആകാശേ, ഞാൻ പൊക്കോളാം കടയിലോട്ട്. അല്ല, ഏട്ടന് ജോലിക്ക് പോണ്ടേ? അത് സാരമില്ല, ഞാനെന്തായാലും നിനക്ക് പകരം കടയിലോട്ട് പൊക്കോളാം. നിങ്ങൾ രണ്ടുപേരും അമ്മയോടും മിത്രയോടും ഇക്കാര്യം പോയി പറയേ എന്നും പറഞ്ഞ് ആനന്ദ് കടയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഗോമതിയോടും മിത്രയോടും ഇക്കാര്യങ്ങളെല്ലാം പറയുന്നു. ആര്യ, എനിക്ക് മുത്തശ്ശിയെ കാണാൻ പറ്റുമോ? ആ മിത്രേ, നിങ്ങളെന്തായാലും വേഗം പോയിട്ട് റെഡിയാവ്. എടാ ആര്യ, എനിക്ക് പേടിയാവുന്നുണ്ടടാ. അമ്മ പേടിക്കാതിരിക്കുക. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയാ ഇവിടെ നിന്ന് ഇറങ്ങുക? മിത്രേ, നിങ്ങൾ പോയി റെഡിയാവുന്നല്ലേ പറഞ്ഞത്? മിത്ര ഇവിടുന്ന് വേഗം പോയിട്ട് റെഡിയായി വരുന്നുണ്ട്. അപ്പോഴും ഗോമതി ടെൻഷൻ അടിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. മീനു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മ എന്തെങ്കിലും ആലോചിക്കാനുള്ളത്? അമ്മ വേഗം പോയിട്ട് റെഡിയാവ്. എടാ, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. ബാലേട്ടനെങ്ങാനും അറിഞ്ഞാൽ അത് മതി, പിന്നെ ഈ വീട്ടിലെ സമാധാനം മൊത്തം പോവും. അച്ഛനൊന്നും അറിയാൻ പോകുന്നില്ല അമ്മേ. ടെൻഷൻ അടിച്ച് നിൽക്കാനുള്ള സമയമില്ല. അമ്മ പോയിട്ട് വേഗം റെഡിയായിട്ട് വാ. നമുക്ക് വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകണം. അപ്പോഴേക്കും മിത്ര റെഡിയായി വരുന്നുണ്ട്. ആ, നീ റെഡിയായോ? ആ, ഞാൻ റെഡിയായി. എന്നാ നമുക്ക് ഇറങ്ങിയാലോ ഹോസ്പിറ്റലിലോട്ട്? എടി, എനിക്ക് പേടിയാവുന്നുണ്ട് മിത്രേ. നീ എന്താ ഇത്ര കൂളായിട്ട് നിൽക്കുന്നേ? അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. ആഗ്രഹമുള്ള കാര്യം ചെയ്തിട്ട് അതിന് പിന്നീട് വഴക്ക് കിട്ടുവാണെങ്കിലും അതൊന്നും അത്ര വലിയ കാര്യമല്ല അപ്പച്ചി.
അതുകൊണ്ട് അപ്പച്ചി പോയി റെഡി ആയിട്ട് വാ. കേട്ടോ അമ്മേ, ഇതിൽ വലിയ മോട്ടിവേഷൻ അമ്മയ്ക്ക് എവിടുന്ന് കിട്ടാനാ? എടാ, എന്നാലും ഒരു 5 മിനിറ്റ് ഞാനൊന്ന് പോയി റൂമിലിരുന്നൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ ഗോമതി റൂം അടച്ച് റൂമിനുള്ളിൽ ഇരിക്കുമായിരിക്കും. ആര്യ, അമ്മ എന്താ പുറത്തോട്ട് വരാത്തെ? ഇനി അമ്മ വരുന്നില്ല എന്നെങ്ങാനും പറയോ? എടാ, ഇനി അപ്പച്ചി വന്നില്ലെങ്കിലും നീ എന്നെ കൊണ്ടുപോയി കാണിക്കണം. എനിക്കെന്തായാലും മുത്തശ്ശിയെ കണ്ടേ പറ്റൂ എന്ന് മിത്ര പറയുന്നുണ്ട്. കുറച്ചു നേരം നിൽക്കുന്ന സമയത്ത് ഗോമതി വാതിൽ തുറന്ന് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒരുങ്ങി സുന്ദരിയായിട്ടാണ് വരുന്നത്. ആര്യനും മിത്രയ്ക്കും മീനുവിനൊക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? അല്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പലഹാരങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, അത് ഞാൻ എടുക്കാം. അതുമാത്രമല്ല, കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണം. പോകുന്ന വഴിയിൽ അതെല്ലാം വാങ്ങിക്കാം. ശരി അമ്മേ, എല്ലാം നമുക്ക് പോകുമ്പോൾ വാങ്ങിക്കാം. ദേവിയുടെ മുഖത്തോട്ട് ദേഷ്യത്തിൽ നോക്കി ഗോമതി പറയുന്നുണ്ട്. ദേ, നീ നിന്റെ ബാലച്ചൻ വരുമ്പോൾ ഇതൊന്നും വിളിച്ചു പറയരുത്. ഇല്ലമ്മേ, ഞാൻ പറയില്ല, ഉറപ്പായിട്ടും പറയില്ല. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. മിത്രേ, വാ, നമുക്ക് ഇറങ്ങാം. മീനു, ബാലേട്ടൻ വന്നാൽ നീ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ എന്തായാലും പോവാൻ നോക്ക്. അങ്ങനെ ഗോമതിയും മിത്രയും ആര്യനും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് ധർമ്മൻ ചെന്ന ഏട്ടന്മാരോട് പറയുന്നുണ്ട്. അല്ല, നിങ്ങളിന്ന് ഹോസ്പിറ്റലിലോട്ടൊന്നും പോയില്ലേ? ഞങ്ങൾ രാവിലെ പോയതാ. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ പോകണം. അല്ല, നീ അമ്മയെ കാണാൻ വേണ്ടി പോയില്ലേ? ഞാൻ കുറച്ചു മുൻപ് പോയതാ. ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഭക്ഷണം കൊണ്ടുകൊടുക്കുകയും ചെയ്തു. ഇത് കേൾക്കുന്നതും ദേഷ്യത്തോടു കൂടി അച്യുതൻ ചോദിക്കുന്നുണ്ട്. ഭക്ഷണം കൊണ്ടുകൊടുത്തെന്നോ? അമ്മയ്ക്ക് നിങ്ങൾ ഭക്ഷണം കൊണ്ടുകൊടുക്കാനോ? അയ്യോ, അതല്ല, ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അമ്മയെ കാണാൻ പോയെന്നാ പറഞ്ഞത്. അല്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ടാ ഇങ്ങോട്ട് വന്നത്. എന്താടാ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞിട്ട് പോ. ഞങ്ങൾക്ക് അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ളതാ. അത് തന്നെ ഞാൻ പറയാൻ വന്നത്. നിങ്ങളെല്ലാവരും ഇപ്പോൾ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ അലോഹിന്. ഞാനും എനിക്കറിയാവുന്ന 2-3 പേരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് അലോഹിനെ കാണണമെന്നും പറഞ്ഞ് ഒരു കൂട്ടര് എന്നെ വിളിച്ചിരുന്നു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതാ. അവർ ഇന്ന് തന്നെ ഇങ്ങോട്ട് കാണാൻ വരാന്നാ പറഞ്ഞത്. അത് പറ്റില്ല. അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എങ്ങനെയാ ഇങ്ങോട്ട് കാണാൻ വരുന്നത്? അത് വേണ്ട. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് എത്തട്ടെ, എന്നിട്ട് മതി. അത് പറ്റില്ലേട്ടാ. ഇന്നവർക്ക് ഈ വഴിക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന്. അപ്പം പിന്നെ അലോഹിനെ കാണാമെന്നാ അവർ പറഞ്ഞത്. ഇത് കേൾക്കുന്ന അച്യുതൻ അനന്തനോട് പറയുന്നുണ്ട്. ഏട്ടാ, ഇങ്ങനൊരു കാര്യം ഉള്ള സ്ഥിതിക്ക് അവർ വന്ന് കാണട്ടെ. അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. അല്ലടാ, അത് ശരിയാവില്ല. ഏട്ടാ, നമുക്ക് അലോഹിൻ്റെ കല്യാണം എത്രയും വേഗം നടത്തണ്ടേ? ഇപ്പം എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു കൂട്ടർ വന്ന സ്ഥിതിക്ക് അവർ വന്ന് കാണുന്നതല്ലേ നല്ലത്. ശരി, എന്നൊക്കെ നിന്റെ ഇഷ്ടം പോലെ. അല്ല, ആ ഓടിപ്പോയവളുടെ കാര്യമൊക്കെ നീ പറഞ്ഞിട്ടില്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇനി ചെറുക്കനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. അങ്ങനെ പെൺവീട്ടുകാരെ കാത്തിരിക്കുവാണ്. കുറേ നേരം കഴിയുമ്പോൾ അലോഹ് ചോദിക്കുന്നുണ്ട്. അല്ല, എന്താ ഇളയച്ചാ അവർ വരാത്തെ? കുറേ നേരമായല്ലോ. ഒരു 4 മണി 4:30-ക്കുള്ളിൽ അവരിങ്ങോട്ട് വരും. അല്ല, പെൺകുട്ടിയുടെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? ഫോട്ടോ? എൻ്റെ അടുത്ത് ഫോട്ടോ ഒന്നുമില്ല. അവരുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടാവുമല്ലോ. അവർ വന്നു കഴിഞ്ഞാലേ നിനക്ക് ഫോട്ടോയൊക്കെ കാണിച്ചു തരും. നീ എന്തായാലും സമാധാനത്തിലിരിക്കെ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെത്തുന്ന ഗോമതിയെയും മിത്രയെയും ആര്യനെയും ആയിരിക്കും. ഗോമതിക്കാണെങ്കിൽ ഒരുപാട് നാൾക്ക് ശേഷം അമ്മയെ അടുത്ത് കാണുന്നതിൻ്റെ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ ഉണ്ടായിരിക്കും. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ അമ്മയെ കാണുമല്ലേ, അതിൻ്റെ ഒരു ടെൻഷൻ. അമ്മ എന്തായാലും മുത്തശ്ശിയെ കാണാനായിട്ട് ഉള്ളിലോട്ട് കയറ്. അങ്ങനെ ഡോറ് തുറന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ മുത്തശ്ശിയുടെ മുഖത്തോട്ട് തന്നെ ഗോമതി നോക്കുന്നുണ്ട്. അമ്മയ്ക്കും അതെ, മോളെ കാണുന്നതും സന്തോഷം അടക്കാനാവുന്നുണ്ടായിരിക്കില്ല. മോളെ ഗോമതി, ഇങ്ങ് വാ എന്നും വിളിച്ച് അമ്മ ഗോമതിയെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഗോമതിക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അമ്മേ, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഒരുപാട് അങ്ങ് പേടിച്ചു പോയി അമ്മേ. ഇപ്പോൾ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്കൊരു പ്രശ്നവുമില്ല. എൻ്റെ മോളുണ്ടാക്കിയ ഭക്ഷണമൊക്കെ അമ്മ വയറ് നിറയെ കഴിച്ചു. അല്ല മോളെ, നീയും മോനും മാത്രമേ വന്നുള്ളൂ, വേറെ ആരും വന്നില്ലേ? അങ്ങനെ മിത്ര വരുന്നുണ്ട്. മിത്രയെ കാണുന്നതും നന്ദിതയുടെ കണ്ണ് നിറയുവാണ്. മിത്ര നന്ദിതയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അമ്മേ, അമ്മേ, അമ്മ എന്താ എന്നോടൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? അമ്മയ്ക്കിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? എന്നോട് ക്ഷമിക്കമ്മേ, ഞാൻ വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്. നന്ദിതയാണെങ്കിൽ മിത്രയോട് ഒന്നും സംസാരിക്കുന്നുണ്ടായിരിക്കില്ല. മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല.
നിങ്ങളെയൊക്കെ ഒന്ന് എനിക്ക് കാണാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. അമ്മ എന്താ എന്നോട് മിണ്ടാ നിൽക്കുന്നേ? അമ്മ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറ. എന്നോട് ക്ഷമിച്ചെന്നൊന്ന് പറ അമ്മേ. പ്ലീസ് അമ്മേ, ഞാൻ വലിയ തെറ്റാ ചെയ്തെന്ന് പറഞ്ഞില്ലേ? എന്താ നന്ദിതേ, മോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നീ എന്താ അവളോടൊന്ന് സംസാരിക്കാത്തെ? ഏട്ടത്തി, എനിക്കറിയാം അമ്മയെ കാണാത്തതിൻ്റെ സങ്കടം. അതുകൊണ്ട് ഏട്ടത്തി അവളോട് ക്ഷമിച്ചേക്ക്. ഒന്നും മിണ്ടാതെ നന്ദിത നിൽക്കുന്നുണ്ട്. എന്നാ മിത്ര നന്ദിതയുടെ കാലിലങ്ങ് വീഴുന്നുണ്ട്. അമ്മേ, എന്നോട് പൊറുക്കമ്മേ, എന്നോട് ക്ഷമിക്ക് എന്നും പറഞ്ഞ് കാല് പിടിച്ച് കരയുന്നുണ്ട്. എന്നാ ആര്യം വന്ന് മിത്രയെ എഴുന്നേപ്പിക്കുക. മിത്രേ, നീ കരയാതിരിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. നാളെ വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.